പോയിട്ട് ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചെറുപ്പം മക്കളല്ലേ, അല്ലാണ്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കണ പോലെയുള്ള കുട്ടീനെ ഞാൻ പറ്റിയിട്ടില്ല. എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ഫുൾ ഗ്യാരണ്ടിയാണ്. എൻ്റെ മോനെ കുറിച്ചിട്ട് എനിക്കറിയും. ഒരു പെൺകുട്ടികളുടെ മോൻ തലനൂർത്തിയാവാൻ നോക്കില്ല. ഇന്നേ വരെ ഒരാൾ പറഞ്ഞിട്ടുമില്ല. പെങ്ങളാണ് ആദ്യമായിട്ട് ഇത് കയറി വരുന്നത്. നിങ്ങളിപ്പോൾ വീട് കയറി വന്ന് ഈ കാര്യം പറഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ മോൻ വരട്ടെന്നാണ് ചോദിക്കുക. നിങ്ങളെ മോളോടും പോയി ചോദിക്കും. അതെ, നിങ്ങളെ പുന്നാര വാക്ക് കേൾക്കാനും നിങ്ങൾ നല്ല മോനാണെന്നൊക്കെ പറയാൻ കേൾക്കാൻ വേണ്ടി ഞാൻ വന്നല്ല. നിങ്ങളുടെ മോൻ ചെയ്ത് ശരിയല്ല. വേറെ വല്ലവരാണെങ്കിലേ ഇപ്പം കേസും കൂട്ടായിട്ടുണ്ടാവും 2 കൊടുത്തിട്ട്. മനസ്സിലായ? ഇത് ഞാൻ അതിലൊന്നും നിൽക്കില്ല. വീട്ടിൽ വന്ന് മര്യാദയ്ക്ക് ഞാൻ പറയണം. ഇനി എൻ്റെ അടുത്ത് അധികം നിങ്ങൾ വർത്തമാനം പറഞ്ഞാലേ പിന്നെ ഞാൻ നിങ്ങളുടെ മോനെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ കയ്യോ കാലോ തല്ലി കൊടുത്ത് ഹോസ്പിറ്റലിലാക്കും. അപ്പം നിങ്ങൾക്കൊന്നും അറിയാലോ എന്നെപ്പറ്റി എന്താണെന്നുള്ളത്. അതേ, നിങ്ങളുടെ മോന് നല്ല ശീലത്തിൽ വളർത്തണം, നല്ല ശീലത്തിൽ വളർത്തുക. വലിയ പുളിങ്കൊമ്പിലൊന്നും പിടിക്കാൻ വേണ്ടി നിങ്ങൾ നടക്കണ്ട. അത് നടക്കില്ല, ഞാൻ അനുവദിക്കില്ലത്. മനസ്സിലായില്ലേ? എപ്പോഴെപ്പോൾ നോക്കിയാലും അവൻ കണ്ണും കൈ കാണിക്കാൻ ടെറസിന് അങ്ങോട്ട് മോള് നിൽക്കുകയാണെങ്കിൽ റോഡിൽ കൂടെ അങ്ങോട്ട് പോവുക, കൈ കാണിക്കുക, കാര്യം ഇതൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. റോഡിൽ കൂടെ പോകുമ്പോഴും അതേപോലെ കാണിക്കുക. ഇതൊന്നും ശരിയല്ല. ഇതേ ഒരു പ്രാവശ്യം ഞാൻ പറയുള്ളൂ, ഇനി ഞാൻ പറയാൻ ഞാൻ വരില്ല കേട്ടാ. പറഞ്ഞില്ല എന്ന് വേണ്ട. എൻ്റെ റബ്ബേ, ഞാൻ എന്തൊക്കെ എനിക്ക് നിങ്ങളെൻ്റെ മോനെ പറ്റി പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോയി. എല്ലാ അമ്മമാർക്കും തോന്നുന്നതെന്ന് എനിക്കും തോന്നിയിട്ടുള്ളൂ. ഇക്ക ഒന്ന് ക്ഷമിക്കുക. എൻ്റെ മോൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ആകെ കൊണ്ട് നയിച്ചുകൊണ്ട് തരുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ കയ്യോ കാലോ തല്ലിയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എൻ്റെ മോനെ പറ്റി അങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കാം. നിങ്ങൾ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ. അവനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് വരട്ടെ പണിക്ക്. ഇനി നിങ്ങളെ മോളുടെ പിന്നാലെയും നിങ്ങളെ മോളുടെ ബാക്കിലൊന്നും അവനൊരിക്കലും വരില്ല. നിങ്ങൾക്കും ഞങ്ങൾക്കും എങ്ങനെയൊക്കെ ഒരിക്കലും ആകില്ല. കുഞ്ഞു മക്കളല്ലേ, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരാൻ എങ്ങനെ ആലോചിച്ചാലും അത് നടക്കില്ല. ഞാനവൻ വരട്ടെ പറയാം. ഒക്കെ പൊക്കോളെ, വിഷമിക്കേണ്ട. എൻ്റെ മോനെ അങ്ങനെയൊന്നും നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഇതാകല്ലേ. അവനെ പറഞ്ഞ് നമ്മൾ മാറ്റാം. നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലായത് കൊണ്ടാണ് ഞാനിതൊക്കെ പറയണത്. ഇനി മേലൊക്കെ എൻ്റെ മോളുടെ പിന്നാലെ വന്നു എന്ന് പറഞ്ഞാൽ ഇതല്ലായിരിക്കില്ല. ഇതിന് മേലെ നടക്കും സംഭവങ്ങൾ. അത് നിങ്ങൾക്ക് അറിയും. പക്ഷെ നിങ്ങളുടെ മോനും മോനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മോനും മോനോടെ നിങ്ങൾ ഉരുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടു നിങ്ങൾ ഉരുക്കം. മോനെ ഭയങ്കര ഇഷ്ടമാണ്, ഒക്കെ ഓക്കേന്ന്. തള്ളാർക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ എൻ്റെ മോളെ വളർത്തിയിട്ടുള്ളതേ സ്നേഹത്തോടെ, ഉമ്മില്ലാത്ത മോളായാലും നല്ല സ്നേഹത്തോടെ വളർത്തുന്ന മോളാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടോ. പോവാ. അവനെങ്ങനെ ചെയ്തില്ല കുറച്ച്. അവൻ്റെ തൊള്ളയിലുള്ളതൊക്കെ കേൾക്കേണ്ട വന്നു. സാധനങ്ങളൊക്കെ മേടിച്ച് ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എവിടെയാണ് അമ്മ?